നമസ്കാരം. രാവിലെയിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. വീണ്ടും ഇറാനിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നു. അമേരിക്ക തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് ഇറാനെ ആക്രമിക്കരുത് എന്നാവശ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ അത് ഹോർമുസിൽ തകർന്നു വീഴുന്നു. അത് തകർത്ത് ഇറാനാണ് എന്ന് ട്രംപ് ആരോപിക്കുന്നു. അതിനുള്ള തിരിച്ചടി എന്നാണ് ഈ ആക്രമണത്തിന് ട്രംപിന്റെ ന്യായീകരണം. വിശദമായി തന്നെ ഈ വാർത്തയിലേക്ക് പോകാം. തലക്കെട്ടുകൾ. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. US ഹെലികോപ്റ്റർ ആക്രമിച്ചതിന് ഇറാന് ട്രംപിന്റെ മറുപടി. ബന്ദർ അബ്ബാസിലും ഖേഷം ദ്വീപിലും നിരവധി സ്ഫോടനങ്ങൾ. 2 ജലസംഭരണശാലകളും തകർത്തു. ജീവൻ വേണമെങ്കിൽ പുറത്തു പോകണമെന്ന് അമേരിക്കയോട് ഇറാൻ. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകും. ആദ്യഘട്ടം ഓർഡിനറി ബസ്സുകളിൽ മാത്രം. ഈ മാസം 15 മുതൽ സൗജന്യ യാത്ര നടപ്പാക്കാൻ സർക്കാർ നീക്കം. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ കാറ്റിനു സാധ്യത. വയനാട്ടിൽ ഷിഗല്ല ബാധിതർ 3 രോഗലക്ഷണങ്ങളുമായി കൂടുതൽ പേർ ആശുപത്രിയിൽ. ആരോഗ്യമന്ത്രി ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ. ജൂലൈ 31 വരെ 52 ദിവസം നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കർശന വിലക്ക്. പെയർ ട്രോളിംഗിനും നിരോധനം. ഇറാനിൽ വീണ്ടും US-ന്റെ വലിയ ആക്രമണം ഉണ്ടാകുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് US വീണ്ടും ഇറാനെ ആക്രമിക്കുന്നത്. തെക്കൻ നഗരമായ ബന്ദർ അബ്ബാസിലും ഖേഷം ദ്വീപിലുമാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. നിരവധി സ്ഫോടനങ്ങൾ ഈ മേഖലകളിൽ ഉണ്ടായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. 2 ജലസംഭരണശാലകളും തകർത്തു. ഹോർമുസിൽ തങ്ങളുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തതിനുള്ള മറുപടി എന്നാണ് US പ്രസിഡന്റ് ട്രംപിന്റെ വിശദീകരണം. ഇറാന് നേരെയുള്ള ആക്രമണത്തിൽ മറുപടി നൽകാതിരിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജീവൻ വേണമെങ്കിൽ മേഖലയിൽ നിന്ന് പുറത്തു പോകണമെന്നും നിർദ്ദേശമുണ്ട്. അങ്ങനെ വീണ്ടും സംഘർഷം രൂക്ഷമാവുകയാണ് ഈ മേഖലയിൽ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമേരിക്ക ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ കണ്ട വാർത്തകളും കാഴ്ചകളുമൊക്കെ ഇസ്രായേലിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ട്രംപിനെയാണ്. ട്രംപ് പറയുന്നത് ഒരു തരത്തിലും ആക്രമിക്കാൻ പോകരുത് എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കീഴ്മേർ മറിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഹോർമുസിൽ സംഭവിച്ചത് ഇറാന്റെ ആക്രമണത്തിൽ തന്നെയാണോ ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നത്? അതോ അമേരിക്കയുടെ മറ്റെന്തെങ്കിലും പുതിയ തന്ത്രമാണോ വീണ്ടും യുദ്ധമുഖം തുറക്കാൻ? നിലവിൽ ഇറാൻ ഈ ഒരു വാദത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇറാൻ അല്ല ഈ ഹെലികോപ്റ്ററിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ നിലവിൽ ഇറാനിലുള്ള അധികൃതർ വ്യക്തമാക്കുന്ന കാര്യം. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അബ്ബാസ് അരക്ചി വളരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് US-ന് മറുപടി നൽകുന്നത്. അദ്ദേഹം പറയുന്നത് ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടി നൽകാതെ പോകില്ല എന്ന് തന്നെയാണ്. അബ്ബാസ് അരക്ചിയുടെ ഈ പരാമർശം വന്നതിന് ശേഷം ഇപ്പോൾ IRGCയുടെ ഭാഗത്ത് നിന്ന് ചില ആക്രമണങ്ങൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക മീഡിയ തന്നെയാണ് ഇത്തരം ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. IRGC പറയുന്നത് അവർ US-ന്റെ ഹോർമുസ് കടലിടുക്കിൽ സ്ഥിതി ചെയ്തിരുന്ന 5th ഫ്ലീറ്റിന് നേരെ ആക്രമണം നടത്തി എന്നാണ്. ഒരു ഡ്രോൺ ആക്രമണം വഴിയാണ് ഈ 5th ഫ്ലീറ്റിനെ നേരിട്ടതെന്നും IRGC അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇത് സത്യമാണെങ്കിൽ മേഖലയിലുള്ള സംഘർഷം അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ചു മുൻപേ US-ന്റെ സെൻട്രൽ കമാൻഡ് അവരുടെ എക്സ്പോസ്റ്റ് വഴി വ്യക്തമാക്കിയത് ഇറാന് നേരെയുള്ള US-ന്റെ ആക്രമണങ്ങൾ നിലവിൽ പര്യവസാനിച്ചിരിക്കുന്നു എന്നാണ്. ഇറാന്റെ തെക്കൻ മേഖലകളിലാണ് പതിവ് പോലെ US ആക്രമണം നടത്തിയത്. ഇതിൽ ഇറാന്റെ ഖേഷം ദ്വീപിലും അതുപോലെ തന്നെ ബന്ദർ അബ്ബാസ് പട്ടണത്തിലും നിരവധി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ തോത് നമുക്ക് പൂർണ്ണമായി അറിയാൻ സാധിച്ചിട്ടില്ല. എന്നാലും 2 വാട്ടർ ടാങ്കുകൾ തകർന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം ജലസംഭരണ കേന്ദ്രങ്ങൾ തകരുന്നത്
അത് ഇറാനെ സംബന്ധിച്ച് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അവിടെയുള്ള രാജ്യത്തുള്ള ജനങ്ങളുടെ വലിയൊരു കുടിവെള്ള സ്രോതസ്സാണ് ഇത്തരം ജലസംഭരണ കേന്ദ്രങ്ങൾ. നിരവധി ശുദ്ധജല കേന്ദ്രങ്ങൾ വഴി ശുദ്ധീകരിച്ച ജലം ഇത്തരം സംഭരണശാലകളിൽ എത്തിച്ച് അവിടം വഴിയാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. ഈ ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിലും മറ്റ് ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളുടെ ആണെങ്കിലും കുടിവെള്ളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന് പറയുന്നത് ഇത്തരം കേന്ദ്രങ്ങളാണ്. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഇറാൻ ജനതയെ സംബന്ധിച്ച് അത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെയും യുദ്ധമുഖത്ത് ഒരുപാട് ആയുധങ്ങൾ നഷ്ടപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് US, സംശയമില്ല. അവിടെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ കണക്കുകളൊക്കെ പുറത്തു വന്നതാണ്. ഇത് അവരുടെ തന്ത്രപ്രധാനമായ വളരെ പ്രധാനപ്പെട്ട യുദ്ധമുഖത്ത് ഗൾഫ് യുദ്ധ സമയത്തൊക്കെ ഒരുപാട് പോരാടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. നന്നായിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണ്. തകർന്നു വീഴുക എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ നെഞ്ചിനേറ്റ ആഘാതമാണ്, സംശയമില്ല. അത് ട്രംപിനെ പ്രകോപിപ്പിക്കും. പക്ഷേ അറിയേണ്ടത് ഇറാനാണോ ഈ ആക്രമണത്തിന് പിന്നിൽ? ആദ്യഘട്ടത്തിലൊക്കെ ഇറാനാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല. ഇറാനിലേക്ക് അമേരിക്കയുടെ സംശയം എങ്ങനെയാണ് എത്തിയത് ഹോർമുസിൽ? ഇത്തരത്തിൽ ഇന്നലെ ഇസ്രായേലിന് നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളെല്ലാം അവസാനിച്ച് എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് US-ന്റെ അപ്പാച്ചെ വിമാനം കടലിലേക്ക് തകർന്നു വീണു എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നത്. ഈ ഒരു റിപ്പോർട്ട് വന്ന് പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം തന്നെ ട്രംപ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ട്രംപ് പറഞ്ഞത് ഈ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ സൈനിക ഉദ്യോഗസ്ഥരെയും രക്ഷിച്ചു എന്ന് തന്നെയാണ്. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഇറാനാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് US ആരോപിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ പെട്ടെന്നാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ട്രൂ സോഷ്യൽ ഒരു പോസ്റ്റ് വരുന്നത്. അതിൽ ട്രംപ് അവകാശപ്പെട്ടത് തങ്ങളുടെ അപ്പാച്ചെ വിമാനം തകർത്തതിന് ഇറാന് കൃത്യമായിട്ടുള്ള മറുപടി US സെൻട്രൽ കമാൻഡ് നൽകി എന്നാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് ഇറാനിൽ ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇറാന്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ നിലവിൽ അൽ ജസീറയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് ഇറാനല്ല ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയാണെങ്കിലും ഈ ഒരു വാദത്തെ, അതായത് ഈ ഹെലികോപ്റ്റർ ആക്രമിച്ചത് ഇറാനാണ് എന്നുള്ള വാദത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ കടുത്ത ഭാഷയിൽ തന്നെ US-ന് നേരെ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഇറാന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് മറുപടി കൊടുക്കാതെ പോകില്ല. അതുപോലെ US സൈനികർക്ക് സുരക്ഷിതരായി ഇരിക്കണമെങ്കിൽ എത്രയും വേഗം പശ്ചിമേഷ്യ വിട്ട് പുറത്തു പോകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി അബ്ബാസ് അറക്ചിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആക്രമണങ്ങളെല്ലാം അവസാനിച്ച് ഒരു പരിസമാപ്തിയിൽ എത്തി എന്ന് തോന്നിയ ആ നിമിഷം US നടത്തിയ ആക്രമണം അത് തീർച്ചയായിട്ടും മേഖലയിൽ കൂടുതൽ സംഘർഷ സാധ്യതകളാണ് തുറന്നിടുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലെബനിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാനാകും. കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 20ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മേഖലയിൽ ഈ സംഘർഷങ്ങൾ ഇപ്പോൾ കുറച്ച് രൂക്ഷമായ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കുറഞ്ഞ ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. 1% ആണ് ക്രൂഡ് ഓയിൽ വില നിലവിൽ ഉയർന്നിട്ടുള്ളത്. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില 92.29 ആയി. ഇത് നേരത്തെ, അതായത് ആക്രമണം നടന്നുകൊണ്ടിരുന്ന ആ സമയത്തുള്ള നിരക്കിനേക്കാൾ ആശ്വാസജനകമാണെങ്കിലും ഇപ്പോൾ ഈ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ 1% ആണെങ്കിലും ഇത്തരത്തിൽ ക്രൂഡ് ഓയിൽ വില മുകളിലേക്ക് പോകുന്നത് അത് തീർച്ചയായിട്ടും ആശങ്കാജനകമാണ്. ഇറാന്റെ തിരിച്ചടി എന്താണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇറാൻ എന്തായാലും തിരിച്ചടിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് രാജ്യം വിട്ടു പോകണം, ആക്രമണം നിർത്തണമെന്നാണ് മുന്നറിയിപ്പ്. അബ്ബാസ് അരക്ചിയുടെയൊക്കെ മുന്നറിയിപ്പ് അങ്ങനെയാണ്. തങ്ങളല്ല ഈ ഹെലികോപ്റ്ററിനെ തകർത്തത് എന്നും ഇറാൻ പറയുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലും ലെബനനിൽ വലിയ ആക്രമണം നടത്തുന്നു. നേരത്തെ അജയ് പറഞ്ഞതുപോലെ 8ഓളം ആളുകൾ അവിടുത്തെ ഒരു ഒരു പുരാതന തുറമുഖ നഗരത്തിൽ കൊല്ലപ്പെട്ടു. അത് വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഈ സമാധാന കരാറിൽ പ്രധാനപ്പെട്ട ഒന്നും ലെബനിൽ ആക്രമിക്കരുത് എന്നായിരുന്നു. ലെബനെ ആക്രമിക്കുന്നു ഇസ്രായേൽ, അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിക്കുന്നു. അങ്ങനെ സംഘർഷഭരിതമായ അന്തരീക്ഷം ഈ സമാധാന കരാറുകൾക്ക്, ചർച്ചകൾക്കൊക്കെ വലിയ വിഘാതമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. രഞ്ജിത്ത്, ഇപ്പോൾ പുതുതായിട്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ബഹ്റൈനിൽ സൈറനുകൾ മുഴങ്ങുന്നു എന്നതാണ്. ബഹ്റൈൻ ഇന്റേണൽ മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് അവരുടെ എക്സ്പോസ്റ്റ് വഴി ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ജനങ്ങൾ എത്രയും വേഗം സുരക്ഷിതരായിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കണം, പുറത്തിറങ്ങരുത് എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സൈറനുകളും തുടർച്ചയായിട്ട് മുഴങ്ങുന്നു എന്നാണ് നിലവിൽ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത. അങ്ങനെയാണെങ്കിൽ ഇറാൻ
ഈ US ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ട് പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങളെ ലക്ഷ്യമിടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മുൻപ് എങ്ങനെയാണോ കുവൈറ്റിന് നേരെയും ബഹ്റൈന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയത്, സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഒരു പ്രത്യാക്രമണം ഇറാനിൽ നിന്ന് പ്രതീക്ഷിക്കണം. ഇതിനു മുൻപേ US ഇത്തരത്തിൽ ഇറാന്റെ തെക്കൻ നഗരങ്ങളിൽ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് കുവൈറ്റിലേക്കും അതുപോലെ ബഹ്റൈനിലേക്കും ഇറാൻ മിസൈൽ വർഷം നടത്തിയത്. ഇപ്പോൾ ബഹ്റൈൻ ജനങ്ങൾക്കൊരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സൈറനുകൾ മുഴക്കുന്നു. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണമോ അവർ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ വാർത്ത അവിടെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് IRGCയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ക്ലെയിമാണ്. അവർ പുറത്തുവിട്ടിട്ടുള്ള ഒരു പത്രക്കുറിപ്പിൽ പറയുന്നത് US-ന്റെ 5th ഫ്ലീറ്റിനെ അറ്റാക്ക് ചെയ്തു എന്നാണ്. അത് ഇറാന്റെ തെക്കൻ നഗരങ്ങളിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണമായിട്ടാണ് ഈ 5th ഫ്ലീറ്റിനെ ആക്രമിച്ചതെന്നും IRGC വ്യക്തമാക്കുന്നു. ബഹ്റൈനിൽ സൈറണുകൾ മുഴങ്ങുന്നു എന്ന് തന്നെയാണ്. സ്വാഭാവികമായും നേരത്തെയൊക്കെ ഉള്ളതുപോലെ അമേരിക്ക ഇത്തരത്തിൽ ഇറാനെ ആക്രമിക്കുമ്പോൾ അവരുടെ തിരിച്ചടി ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. ബഹ്റൈനും കുവൈറ്റും ഒക്കെയാണ് അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത്. ഏറ്റവും പുതിയ വിവരം അതുതന്നെയാണ്. ബഹ്റൈനിൽ സൈറണുകൾ മുഴങ്ങുന്നു. ഒരു പക്ഷേ ബഹ്റൈനെ ഇറാൻ ആക്രമിക്കാൻ തുനിയുന്നോ അല്ലെങ്കിൽ ആക്രമണം നടത്തിയോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ സാഹചര്യങ്ങൾ സംഘർഷഭരിതമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റു വാർത്തയിലേക്ക് പോകണം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ഇന്നലെയും വടക്കൻ ജില്ലകളിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്നലെ അവധി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ മഴ ഒന്ന് കുറയുമെന്നുള്ള സൂചനയൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് മഴയിൽ അല്പം കുറവുണ്ട് എങ്കിൽ പോലും വടക്കൻ ജില്ലകളിൽ കാര്യമായ തരത്തിൽ മഴ പെയ്യുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴ കുറയും. നേരത്തെ പറഞ്ഞതുപോലെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റടിക്കും എന്നും വ്യക്തമായിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം അങ്ങനെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം അത് വളരെ കൃത്യമായി പോകുന്നുമുണ്ട്. ഇന്നലെയും ഇനിയും നമുക്ക് ശക്തമായ മഴ പെയ്തു റെഡ് അലേർട്ടിൻ്റെ ഭാഗമായി. ഇന്നിപ്പോൾ കുറഞ്ഞു വരുമെന്നാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഡാനി നിൽക്കുന്ന കൊച്ചിയിൽ, എറണാകുളത്തും ഇന്ന് രാവിലെ മഴ കാര്യമായി ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? രഞ്ജിത്ത്, മഴയ്ക്ക് ഒരു ശമനം, ഒരു താൽക്കാലികമായ ഒരു ശമനം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. പൊതുവെ വടക്കൻ കേരളത്തിൽ മഴയുടെ ഒരു പ്രഭാവം അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിലും മറ്റിടങ്ങളിലേക്ക് വരുമ്പോഴേക്കും മഴയുടെ തീവ്രത കുറയുമെന്ന് തന്നെയാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാളുള്ള ആ മഴ മുന്നറിയിപ്പുകളിലെല്ലാം തന്നെ മറ്റു ജില്ലകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എറണാകുളത്തേക്ക് എല്ലാം തന്നെ വരുമ്പോഴേക്കും ഇന്നലെ എല്ലാം താരതമ്യേന നല്ല രീതിയിലുള്ള ഒരു മഴ പെയ്ത്തായിരുന്നു രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ സമയം എത്തുമ്പോഴേക്കും ഇന്നലെ ഉച്ചയോടുകൂടി ശക്തി കുറയുകയും രാത്രിയോടുകൂടി ഏതാണ്ട് ശമിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. ഇന്നും അതേ ഒരു രീതിയിൽ തന്നെ പോകുന്നു. ഇന്നിപ്പോൾ വളരെ തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ് എറണാകുളം ജില്ലയിലെ പൊതുവെയും അനുഭവപ്പെടുന്നത്. മറ്റേ മധ്യ കേരളത്തിലും അങ്ങോട്ട് പോകുമ്പോഴും എല്ലാം തന്നെ ഈ രീതിയിൽ ഒരു താൽക്കാലികമായ ഒരു ശക്തി കുറവ് വന്നിട്ടുണ്ട്. എങ്കിലും മഴക്കാലമാണ്, ഇത് അറിയിപ്പുകളിൽ മാറ്റമുണ്ടാകാം. ലക്ഷദ്വീപിൻ്റെ മേഖലയിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസവും കാര്യങ്ങളും എല്ലാം തന്നെ അതിൻ്റെ ഒരു തീവ്രത താൽക്കാലികമായിട്ട് അതിൻ്റെ ഒരു കുറച്ചിൽ വന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ്. ഏതായാലും ജില്ലയിലും എറണാകുളത്തേക്കൊക്കെ വരികയാണെന്നെങ്കിൽ മധ്യ കേരളത്തിലും വരികയാണെങ്കിൽ എടുത്തിട്ടുള്ള ഒരു മുൻകരുതൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നീരൊഴുക്ക നദികൾ വളരെ ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിൽ ഇടുക്കി പോലുള്ള ഇടങ്ങളിലെല്ലാം തന്നെ മഴ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പെയ്ത അതിശക്തമായ മഴയും കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു നീരൊഴുക്ക് താഴേക്ക് വരുമ്പോൾ പുഴകളിലെ നീരൊഴുക്കെല്ലാം തന്നെ വളരെ ശക്തമായിട്ട് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭൂതത്താൻ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നുകൊണ്ട് അതിൻ്റെ ഒരു ജലനിരപ്പിൻ്റെ അതിൻ്റെ ഒരു വ്യതിയാനം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷട്ടറുകളെല്ലാം തന്നെ തുറന്നിട്ടുണ്ട്. പെരിയാറിൻ്റെ തീരങ്ങളിലുള്ളവരോടക്കം ഈ രീതിയിലുള്ളൊരു ജാഗ്രതാ നിർദ്ദേശമടക്കം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൊച്ചിയിൽ വരുമ്പോഴേക്കും തീരമേഖലകളാണ് കൂടുതൽ അതിൻ്റെ ഒരു രൂക്ഷത അറിയുന്നത്. അതിൽ പശ്ചിമ കൊച്ചിയുടെ കടൽഭിത്തി ഇല്ലാത്ത മറ്റ് മേഖലകളെല്ലാം തന്നെയുണ്ട്. വൈപ്പിനടക്കമുള്ള മേഖലകൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ ഒരു
ജാഗ്രതാ നിർദ്ദേശം എന്ന രീതിയിൽ കടൽ കയറാനുള്ളൊരു സാധ്യതകൾ ഇന്നലെ എല്ലാം തന്നെ കൂടുതലായിരുന്നു. പക്ഷേ മണൽവാടയും മറ്റും കെട്ടി പ്രതിരോധം എല്ലാം തന്നെ ഉയർത്തി ഒരു പരിധിവരെയും എല്ലാം തന്നെ അത് തടുത്തു നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു രൂക്ഷതയിലേക്ക് ഈ ദിവസങ്ങളിൽ അത്രയും തന്നെ കടന്നിട്ടില്ല. പക്ഷേ വരാനിരിക്കുന്ന ദിവസങ്ങൾ മഴ കടുക്കുമെന്ന മുന്നറിയിപ്പ് എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് മുന്നൊരുക്കങ്ങളുടെ ഒരു സമയമായിട്ടും വിശകലനങ്ങളുടെ വിലയിരുത്തലിൻ്റെ ഒരു സമയമായിട്ടും ജില്ലാ ഭരണകൂടം ഇതിനെ മാറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴപ്പെയ്ത്തിൽ ചെറിയ രീതിയിലുള്ളൊരു കാറ്റുമെല്ലാം തന്നെ അനുഭവപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭീഷണി പലയിടത്തും തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ ശക്തമായ മഴ മൂലം KSRTC ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെല്ലാം ബസ് സ്റ്റാൻഡുകളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്തു. ഇന്നിപ്പോൾ താരതമ്യേന കുറച്ച് ശാന്തമാണ്. പൊതുവിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇടയ്ക്ക് മഴ അതിശക്തമായി തുടരുന്ന മഴ പെയ്ത്തിനിടയിൽ ഇങ്ങനെയുള്ള ചില പുലർച്ചകളെല്ലാം കുറച്ച് ആശ്വാസമാണ്. തീർച്ചയായും നമുക്ക് MS അനീഷ് കുമാറുണ്ട് കോഴിക്കോട്. അനീഷ, ഇന്നലെയൊക്കെ വലിയ മഴ മുന്നറിയിപ്പുകളൊക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു വടക്കൻ കേരളത്തിലെ ജില്ലകളൊക്കെ. ഇന്നിപ്പോൾ അല്പമൊന്ന് മഴ കുറഞ്ഞേക്കുമെന്ന് അറിയുന്നു. പക്ഷേ യെല്ലോ അലേർട്ട് മിക്ക ജില്ലകളിലുമുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പുതിയ വിവരം എന്താണ്? രഞ്ജിത്ത്, കഴിഞ്ഞ 2 ദിവസം അതിതീവ്ര മഴയാണ് കോഴിക്കോട് അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ ലഭിച്ചതെങ്കിൽ ഇന്ന് കാലാവസ്ഥയ്ക്ക് ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുതൽ ഏതാണ്ട് കാര്യമായി ഒരു മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ ഇന്ന് രാവിലെ ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. പക്ഷേ അതിതീവ്രമായ ഒരു മഴ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു ചാറ്റൽ മഴ എന്ന രീതിയിൽ ആരംഭിച്ച മഴ ഇപ്പോൾ സാമാന്യം ശക്തി പ്രാപിച്ചു വരുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും മഴ കനത്തോടുകൂടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴയുമായി ബന്ധപ്പെട്ട കെടുതികളും ഉണ്ടായി തുടങ്ങിയിരിക്കുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ചും ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഇടങ്ങളിലൊക്കെ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. വടകര ബസ് സ്റ്റാൻഡിലൊക്കെ അടക്കം ഇന്നലെ വെള്ളം കയറിയിരുന്നു. മണിയൂരിലും വെള്ളം കയറിയിരുന്നു. ദേശീയപാതയിൽ ചില ഇടങ്ങളിലൊക്കെ നിരവധി കച്ചവട സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം പലയിടത്തും പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മലയോര മേഖലകളിൽ ഇപ്പോഴും അതീവ ജാഗ്രതാ നിർദ്ദേശം പുലർത്തുകയാണ്. പ്രത്യേകിച്ചും ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള ഇടങ്ങളിൽ, വിലങ്ങാട് പോലെ വലിയ അപകടങ്ങൾ നടന്ന ഇടങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ്. പുഴയോരത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകളെ സുരക്ഷിതമായ സങ്കേതങ്ങളിലേക്ക് നീക്കാനുള്ള നടപടിക്രമങ്ങൾ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിരുന്നു. എന്നാൽ മഴ ഇന്നലെ ശമിച്ചതോടുകൂടി ആളുകൾ ഒരു ഭീതി ഒഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും മഴ കനത്ത രീതിയിൽ തന്നെ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. വരും മണിക്കൂറുകൾ കൂടുതൽ ജാഗ്രത പുലർത്തും. ഒരുപക്ഷെ ഇന്നലെ ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റുമൊക്കെ അവധിയായിരുന്നെങ്കിൽ ഇന്ന് സാഹചര്യങ്ങൾ മെച്ചപ്പെടും എന്ന പ്രതീക്ഷയിൽ അത്തരം അവധി നിർദ്ദേശങ്ങളൊന്നും ഇന്നുണ്ടായിട്ടില്ല. പക്ഷേ രാവിലെ ഇപ്പോൾ കനത്ത മഴയിലേക്ക് കാര്യങ്ങൾ നീങ്ങും സാഹചര്യമാണ് ഉള്ളത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഈ കാലാവസ്ഥ നിരീക്ഷിച്ച ശേഷം അലർട്ടുകളിലൊക്കെ ഒരുപക്ഷെ മാറ്റം വരുത്താനുള്ള സാധ്യതകളും മുന്നിൽ കാണുന്നു. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. എന്നാലും മഴ തെക്കൻ ജില്ലകളിൽ മഴയ്ക്ക് കാര്യമായ ശമനമുണ്ട്. വടക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു എന്നാണ് അനീഷ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. മലമ്പുഴ ഡാമിൽ വിദ്യാർത്ഥിയെ കാണാതായി. തെക്കേ മലമ്പുഴ മേഖലയിലാണ് സംഭവം ഉണ്ടായത്. പാലക്കാട് ഇരട്ടിയാലിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിയാണ് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെ ഡാമിൽ അകപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നും തെരച്ചിൽ തുടരും. സംസ്ഥാനത്ത് ഇന്നലെ അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഇനി ജൂലൈ 31 വരെ 52 ദിവസം യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ മത്സ്യബന്ധനം നടത്താനാവില്ല. മത്സ്യങ്ങളുടെ പ്രജനനം കണക്കിലെടുത്താണ് നിരോധനം. ഇക്കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് പൂർണ്ണമായും നിരോധനം, അത് ലംഘിക്കുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുക തുടങ്ങിയ നടപടികളും മറ്റും ഉണ്ടാകും. ഇതര സംസ്ഥാന ബോട്ടുകൾക്കും വിലക്കുണ്ട്. നിരോധന കാലത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇളവുണ്ട്. അവർക്കൊരു കൂടുതൽ വള്ളങ്ങൾ കടലിലിറക്കാനും കൂടുതൽ ക്യാച്ചോ കിട്ടുന്ന സമയമാണ് ഈ ട്രോളിംഗ് കാലം എന്ന് പറയുന്നത്. ചെറുവള്ളങ്ങൾ ഉപയോഗിച്ച് ഉപരിതല മത്സ്യബന്ധനം നടത്താം എന്നുള്ളതാണ് ട്രോളിംഗ് കാലത്തെ ഒരു പ്രത്യേകത. വയനാട്ടിൽ ആശങ്ക പടർത്തി ഷിഗല്ല ബാധ. അതിപ്പോൾ ദുരിതബാധിതർ ഷിഗല്ല ബാധിതർ 3 എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. രോഗലക്ഷണങ്ങളുമായി കൂടുതൽ പേർ ചികിത്സ തേടി എന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. 468 പേർക്ക്, ഇന്നലെ ഏതാണ്ട് 257 പേർക്കായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ 468 പേർക്കോളം നിലവിൽ രോഗലക്ഷണങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കാണ്, സംശയമില്ല. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് വയനാട്ടിലുണ്ട്. വയനാട്ടിൽ ഇന്നലെ അദ്ദേഹം
അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹം സന്ദർശനത്തിൽ എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ജയരാജും അനീഷും വിവരങ്ങളുമായി ചേരുകയാണ്. ജയരാജ്, ഇപ്പോൾ ഷിഗല്ല ബാധിതരുടെ എണ്ണം 3 എന്നുള്ളത് എണ്ണം കൂടുന്നു എന്നുള്ള ലക്ഷണമാണ്. മറ്റ് ഈ ചികിത്സയിലുള്ള 400-ലധികം ആളുകളുടെ പരിശോധനാ ഫലം വന്നു തുടങ്ങുമ്പോൾ കേസുകൾ കൂടാനുള്ള സാഹചര്യമാണോ ആരോഗ്യവകുപ്പ് പറയുന്നത്? തീർച്ചയായും രഞ്ജിത്ത്, ഇന്നലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ കോളിയാടി ഉള്ള ഒരു കുട്ടിക്കാണ് വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നലെ കൊടുത്ത റിസൾട്ടുകളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പോസിറ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 460-ലധികം ആളുകൾ ഈ ഒരു ഷിഗല്ലയുമായി നിരീക്ഷണത്തിലാണ്, അല്ലെങ്കിൽ ആ ലക്ഷണങ്ങൾ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഈ റിസൾട്ടിന് ശേഷമേ നമുക്ക് അതിൽ എത്ര ആളുകൾക്കുണ്ട് എന്നുള്ളത് അറിയുള്ളൂ. അതുപോലെ തന്നെ 68ഓളം ആളുകളായിരുന്നു ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നത്. അതില് ഇപ്പൊ 38 ആയി ചുരുക്കിയിട്ടുണ്ട്. കാരണം കുറെ ആളുകൾ ഹോസ്പിറ്റലിൽ വിട്ടു എന്നുള്ളതും ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും ഈ ഒരു ഷിഗല്ല പടർന്നു പിടിക്കുമോ എന്നുള്ള അല്ലെങ്കിൽ ഇത് എത്രത്തോളം ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ വരുന്നവർക്കെല്ലാം തീർത്തും ഒരു ആശങ്ക തന്നെയാണ്. എന്നാൽ ഇന്നലെ ആരോഗ്യമന്ത്രി നടത്തിയ ഉന്നതതല യോഗത്തിൽ പറഞ്ഞത് ആശങ്കപ്പെടേണ്ട ഒരു രീതിയും ഇല്ല, അല്ലെങ്കിൽ അത്ര ഗുരുതരമായ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇപ്പോഴും ആളുകൾ ഭീതിയിൽ തന്നെയാണ്. ഇന്ന് ഈ ഭാഗങ്ങളിൽ, അതായത് ഈ നെന്മേനി പഞ്ചായത്ത് എന്ന് പറയുന്ന ഭാഗങ്ങളിലും സമീപ പ്രദേശങ്ങളിലും എല്ലാം ഈ കിണറുകളെല്ലാം ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഡ്രൈവ് നടത്തുന്നുണ്ട്. കാരണം ഈ ശുചിത്വമാണ് ഇതിന്റെ പ്രധാനം എന്നുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള സ്കൂളുകൾക്കെല്ലാം അവധി കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെയെല്ലാം ഒരു ശുദ്ധീകരണം നടത്തുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ആരോഗ്യ വിഭാഗം വലിയ രീതിയിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നാട്ടുകാരും എല്ലാം ഇതിനു വേണ്ടി സഹകരിക്കുന്നുണ്ട്. എന്തായാലും ഈ ആളുകൾ, ഇത്രയും ആളുകൾ ലക്ഷണങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ആരും ആശുപത്രിയിൽ കൂടുതലായിട്ട് അഡ്മിറ്റ് ഇല്ല. അഡ്മിറ്റുള്ള ആളുകൾ, അധികം ആളുകളും വീടുകൾ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി കിട്ടുന്ന വിവരം. എന്തായാലും 3 പേർക്കാണ് ഇതുവരെ ഈ ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. അവിടെ ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രത തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. MS അനീഷ് കുമാർ കൂടിയുണ്ട്. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി കോഴിക്കോടുണ്ട്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ആരോഗ്യവകുപ്പിൻ്റെ കായകൽപ്പം എന്നുള്ള ഒരു പൊതുസമ്പർക്ക പരിപാടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണോ അനീഷ് ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം? എന്താണ് മനസ്സിലാക്കേണ്ടത്? അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമുക്കറിയാം ഒരുപാട് പരാതികളൊക്കെ ഉയർന്ന ഒരു ആശുപത്രി കൂടിയാണ്. അതൊക്കെ വിലയിരുത്തുക എന്നുള്ളതാണോ ലക്ഷ്യം? രഞ്ജിത്ത്, കായകൽപ്പത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ കോഴിക്കോട് ആരോഗ്യമന്ത്രി നിർവഹിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ ഭരണ മാറ്റവുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവനക്കാരെയും മറ്റാളുകളെയും പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം നയപരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ചും ഏറെ പേരുദോഷം പലപ്പോഴും കേൾപ്പിക്കുന്ന ഒരു വകുപ്പാണ്. പക്ഷേ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് കൂടി. അനുകൂലമായ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാവും മാധ്യമങ്ങളിലും ജനങ്ങൾക്കുമൊക്കെ പറയാറുണ്ടാവുക. മരുന്നക്ഷാമം അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ജീവനക്കാരിൽ നിന്നും മോശം പെരുമാറ്റം, അങ്ങനെ പലപ്പോഴും പല തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ കേൾക്കാനുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ പകർച്ചവ്യാധികളൊക്കെ പലപ്പോഴും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സ്ഥലം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിപ്പ വന്നപ്പോഴും പിന്നീട് കോവിഡ് കാലത്തുമൊക്കെ ഒരുപാട് ആളുകൾ രോഗബാധിതരായ ഒരു സ്ഥലമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കുറച്ച് ആളുകൾ മരിച്ച ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഷിഗല്ല ബാധിച്ചും ഒരു 4 വയസ്സുകാരി കഴിഞ്ഞ ദിവസം തലക്കണത്തൂർ സ്വദേശിക്ക് മരിച്ച സാഹചര്യമുണ്ട്. ഇപ്പോൾ 34ഓളം പേർക്കാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഷിഗല്ല ബാധിച്ച് മരിച്ചത്. ഒപ്പം ഈ നമുക്കറിയാം വയനാട്, കണ്ണൂർ, കാസർഗോഡ് പോലുള്ള ജില്ലകളിലൊക്കെ ആശുപത്രികളൊക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇത്ര ഗുരുതരമായ ഒരു രോഗബാധയൊക്കെ എത്തുമ്പോൾ ആളുകൾ ആശ്രയിക്കുന്ന ഒരിടം, 4-5 ജില്ലയിലെ ആളുകൾ ആശ്രയിക്കുന്ന ഒരിടമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. അതുകൊണ്ട് ആശുപത്രിയിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യം ഒരുപാട് നാളുകളായി വരുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ ആശുപത്രിയിൽ നിന്നാണ് പലപ്പോഴും ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും ചികിത്സാ പിഴവുകളുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വരുന്നു. ജീവനക്കാർക്കിടയിൽ ചില കിടമത്സരങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ആശുപത്രി. പക്ഷേ അപ്പോൾ ഒരു മികവിൻ്റെ കേന്ദ്രം എന്ന നിലയിൽ ഈ നീറ്റൊക്കെ പഠിച്ച് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ എത്തിയാൽ പോലും ആദ്യ ലിസ്റ്റിൽ പരിഗണിക്കുന്ന ഒരു കോളേജ്, ഏറ്റവും ഉന്നത റാങ്കിലെ വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്ന ഒരു കോളേജ് എന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോഴും കോഴിക്കോടിനെ വിലയിരുത്തേണ്ടി വരിക. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള സൗകര്യങ്ങളിൽ പോലും ഉന്നത നിലവാരത്തിലുള്ള ഒരു സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഒരു കൃത്യമായ സന്ദേശം
ആരോഗ്യമന്ത്രി നൽകിയത്. എന്തായാലും അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ആശുപത്രിയിലെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മകളാണ് ആശുപത്രിയിൽ ഉള്ളത് എന്ന് വിലയിരുത്താനായി ആരോഗ്യമന്ത്രി എത്തുന്നത്. ഒപ്പം ഈ ഷിഗല്ല രോഗബാധയെ സംബന്ധിച്ചുള്ള ഒരു അവലോകനമൊക്കെ ഒരു പക്ഷേ നടത്തിയിട്ടും. കാരണം വയനാട്ടിൽ അദ്ദേഹം പോയി അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഷിഗല്ല രോഗബാധിതരുടെ എണ്ണം കോഴിക്കോട് ജില്ലയിലും കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ദീർഘനാളായി അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധിയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ ഒരുപക്ഷെ 13 നിയമസഭാ മണ്ഡലങ്ങളും പ്രതിനിധീകരിക്കുന്ന തരത്തിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടതെന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തും. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നമുക്കറിയാം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വമാണെങ്കിലും UDF നേതൃത്വമാണെങ്കിലും ഒക്കെ വലിയ പരാതികൾ മെഡിക്കൽ കോളേജിനെതിരെ ഉയർത്തിയിരുന്നു. കേന്ദ്രത്തിനൊക്കെ അടക്കം പങ്കെടുത്ത ദിവസങ്ങൾ നീളുന്ന സത്യാഗ്രഹ സമരങ്ങളും മാർച്ചുകളുമൊക്കെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്നൊന്നുമാണ് ആശുപത്രിയുടെ നിലവാരം മെച്ചപ്പെടുത്തുക, രോഗികൾക്ക് മെച്ചപ്പെട്ട പരിചരണം ലഭിക്കുക എന്നീ ലക്ഷ്യങ്ങളൊക്കെ ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഈ ചേവായൂരിലൊരു ത്വക്ക് രോഗ ആശുപത്രിക്ക് LDF സർക്കാരിൻ്റെ അവസാനത്തെ കാലത്ത് തറക്കല്ലിട്ടിരുന്നു. കിഫ്ബിക്ക് പദ്ധതി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ഒരു നിർമ്മാണ പുരോഗതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കണം എന്നീ കാര്യങ്ങളിലൊക്കെ ഒരു ചർച്ചകൾ ഉണ്ടായേക്കും. എന്തായാലും മെഡിക്കൽ കോളേജിലെ ജീവനക്കാരും ഒപ്പം രോഗികളുമൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മന്ത്രിയുടെ സന്ദർശനത്തെ കാത്തിരിക്കുന്നത്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും മെഡിക്കൽ കോളേജിൽ ഇന്ന് ആരോഗ്യമന്ത്രി എത്തും. നേരത്തെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്ന ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്. അത് പരിഹരിക്കുക എന്ന വലിയൊരു ലക്ഷ്യം കൂടി ആരോഗ്യമന്ത്രിയുടെ സന്ദർശനത്തിന് പിറകിലുണ്ട്. ടിനി ടോമിനെതിരായ പരാതിയുമായി നടി അൻസിബ മുന്നോട്ട് ഇന്നലെ കടവന്ത്ര പോലീസിന് മൊഴി നൽകിയിരുന്നു. അപകീർത്തിപ്പെടുത്തുന്നതിൻ്റെ പരിധിയിലാണ് പരാതി നിൽക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് അൻസിബയുടെ തീരുമാനം. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, അൻസിബ ഇന്നലെ പറഞ്ഞത് പോലീസ് കേസെടുക്കണം, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ പോലീസ് അതിനെന്തൊക്കെയോ നിയമവശങ്ങൾ തേടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കേസെടുത്തില്ലെങ്കിൽ കോടതിയിലേക്ക് പോകും, കോടതി ഇടപെട്ടാൽ കേസെടുക്കേണ്ടി വരും. തെളിവുകൾ കൈവശമുണ്ട് എന്നും അൻസിബ പറയുന്നു. ഒരു തരത്തിലുള്ള അനുരഞ്ജനത്തിനും അമ്മയിലെ അംഗങ്ങൾ തയ്യാറാവുന്നില്ല എന്നാണല്ലേ? രഞ്ജിത്ത്, അമ്മയിൽ യാതൊരു രീതിയിലുള്ള അനുരഞ്ജനത്തിലുള്ള സാധ്യതയും ഇനി അവശേഷിക്കുന്നില്ല എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ രീതിയിലേക്കായിരിക്കുന്നു കാര്യങ്ങൾ. കാരണം അത് ഇനിയിപ്പോൾ ജനറൽ ബോഡി യോഗം വരെ എത്തുമ്പോഴേക്കും ഏത് രീതിയിലെങ്കിലും ഇത് അനുനയിപ്പിക്കുക, ഇതൊന്ന് ഒതുക്കുക, പരാതികൾ നയത്തിൽ പറഞ്ഞു തീർക്കുക എന്നതെല്ലാമാണ് അതിൻ്റെ ഒരു ഔദ്യോഗിക പക്ഷവും ഭാരവാഹികളും എല്ലാം തന്നെ ലക്ഷ്യമിടുന്നത്. പക്ഷേ അതിനുള്ളൊരു സാധ്യത നിലവിൽ കാണുന്നില്ല എന്നതാണ് ഒരു വാസ്തവം. കാരണം അൻസിബ തൻ്റെ നിലപാടിൽ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു, പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. തന്നെ വളരെയധികം വ്യക്തിഹത്യ ചെയ്തു. വ്യക്തിഹത്യ മാത്രമല്ല, ഇതിൽ തന്നെ ജിഹാദി എന്ന് വിളിക്കുന്നു. അതുമാത്രവുമല്ല, ടിനി ടോമിനെ അവരൊരു പൊതുശത്രുവായിട്ട്, ഒരു സാമൂഹ്യ വിപത്തായിട്ടെല്ലാമാണ് പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശേഷിപ്പിക്കുന്നത്. ടിനി ടോം അത്ര മോശക്കാരനൊരാൾ, അയാളിൽ നിന്ന് പലർക്കും ദുരനുഭവം ഉണ്ടായി. എതിർത്ത് പറയാൻ പേടിയാണ്, തുറന്നു പറയാൻ പേടിയാണ്. അയാൾക്ക് വലിയ സ്വാധീന ശക്തിയാണ്. ഇന്നലെയും അൻസിബ പറഞ്ഞു, ഇത് രാഷ്ട്രീയപരമായിട്ട് എനിക്ക് വളരെയധികം വ്യക്തിബന്ധങ്ങളുള്ള ഒരു ആളാണ്, അതുകൊണ്ട് അതെല്ലാം തന്നെ ഉപയോഗിക്കപ്പെടുമെന്നതെല്ലാം തന്നെ തനിക്ക് പേടിയുണ്ട്. പക്ഷേ താൻ ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് അവർ വ്യക്തമാക്കിയത്. അവരിന്നലെ ആ മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെയാണ് ആ നിലപാടായിട്ട് അവർ ഇപ്പോഴും പറയുന്നത്. ഒരു തരത്തിലുമുള്ള ഒരു ഒത്തുതീർപ്പ് അത്തരം സാധ്യതകളിലേക്കില്ല. ഇത് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് കൂടി അൻസിബ പറഞ്ഞു വയ്ക്കുമ്പോൾ അമ്മയിൽ വരുന്നത് വലിയ രീതിയിലുള്ളൊരു കൊട്ടാര വിപ്ലവം തന്നെയാണ്. വലിയ രീതിയിൽ അതിൻ്റെ അകത്ത് പൊട്ടിത്തെറികളിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അൻസിബയ്ക്കൊപ്പം നിൽക്കുന്നവരുടെ എണ്ണവും ഉണ്ട്. അത് അമ്മ രണ്ടായി ഏതാണ്ട് പകുത്ത രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനറൽ ബോഡി യോഗത്തിലടക്കം വലിയ രീതിയിലുള്ള വാക്കേറ്റവും ബഹളവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിലവിലുള്ള ഒരു ഔദ്യോഗിക പക്ഷത്തെ നയിക്കുന്ന ശ്വേതാ മേനോൻ അടക്കമുള്ളവർ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം. അവരുടെ നേതൃത്വത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു ചേരിതിരിവ് അമ്മയിലെ ഒരു ഭാരവാഹിത്വത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അൻസിബയുടെ പരാതി അതിലൊന്നാണ്. അൻസിബ ഈ രീതിയിലേക്ക് പരാതി പോകുന്നതിൻ്റെ ഒരു കാരണവും ഏതാണ്ടും അത് തന്നെയാണ്. അൻസിബ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ഒരു നടപടികൾ മുന്നോട്ട് പോകുന്നു. ഒരു ഭാഗത്ത് ലക്ഷ്മിപ്രിയയുമായുള്ള അൻസിബയുടെ ഒരു
പരാതിയും അതിൻ്റെ തുടർ നടപടികളും എല്ലാം തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ടിനി ടോമിനെതിരെയും ശക്തമായി മുന്നോട്ട് പോകുമെന്ന് അവർ പ്രഖ്യാപിച്ച കാര്യം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ അവർ മൊഴി രേഖപ്പെടുത്തിയത്. അതിൻ്റെ ഒരു തുടർ നടപടി എന്ന രീതിയിലേക്ക് പോലീസ് ആ മൊഴി പരിശോധിക്കുകയാണ്. അൻസിബ തനിക്ക് പറയാവുന്ന കാര്യങ്ങൾ, തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ, തൻ്റെ പക്കലുള്ള തെളിവുകൾ, വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് പോലീസിനെ കൈമാറിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഗുരുതരമായ രീതിയിൽ ടിനി ടോമിൻ്റെ ഭാഗത്തു നിന്ന് തനിക്ക് അനുഭവങ്ങൾ ഉണ്ടായി എന്നത് പറയുന്നു. അത് വ്യക്തിഹത്യയും അപകീർത്തിപ്പെടുത്തലും അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു വനിത പരാതി കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ പരിഗണനയിലെല്ലാം തന്നെ സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് തുടർ നടപടികളുണ്ടാകണം. തീർച്ചയായും ഇക്കാര്യത്തിൽ ടിനി ടോമിൻ്റേതടക്കമുള്ള മൊഴി രേഖപ്പെടുത്തേണ്ടി വരും. ഒരു സംശയവുമൊന്നും അക്കാര്യത്തിലില്ല. വൈകാതെ അതിൻ്റെ ഒരു തുടർ നടപടികളുണ്ടാകും. ഈ ദിവസങ്ങളിൽ ടിനി ടോമിനെയും വിളിച്ചു വരുത്താനും മൊഴിയെടുക്കാനുമുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അതിനുശേഷമായിരിക്കും കേസ് എടുക്കണം എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഒരു നിയമോപദേശവും മറ്റും തേടിയിട്ട് അതിൻ്റെ തുടർ നടപടികളിലേക്കെല്ലാം തന്നെ പോവുക. അൻസിബ ഏതായാലും തന്നെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കും എന്ന അവരുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അമ്മയിലുണ്ടായിരിക്കുന്ന വലിയ വിഭാഗീയതയും പൊട്ടിത്തെറിയും എല്ലാം തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഇതിന് ജനറൽ ബോഡി യോഗം ഏതായാലും അടുത്ത് തന്നെയുണ്ട്. അത് അവിടെയും വരെ എത്തുമോ ഈ അന്തരീക്ഷം എന്നതെല്ലാം തന്നെയാണ് അറിയേണ്ടത്. നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതാണ് സാഹചര്യം. അമ്മയിൽ ഏതായാലും അനുരഞ്ജനമില്ല. താരങ്ങൾ തമ്മിൽ രണ്ട് ചേരിയായി പോരടിക്കുന്നു. അൻസിബയുടെ പരാതി ഒരുപക്ഷെ കോടതിയിലേക്ക് എത്തിയേക്കാം പോലീസ് കേസെടുത്തില്ലെങ്കിൽ. ടിനി ടോമുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട് എന്നാണ് അൻസിബ മാധ്യമങ്ങളോട് ഇന്നലെ പറഞ്ഞത്. തിരുവനന്തപുരത്ത് ഇന്നലെയാണ് വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന BJP കൗൺസിലറെ പിടിക്കാൻ പോലീസ് ശ്രമിക്കുകയും അത് വലിയ സംഘർഷത്തിലേക്ക് കടക്കുകയും ചെയ്ത് BJP പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും മറ്റും ചെയ്തു. അത് മാത്രമല്ല SHO ആകാശത്തേക്ക് വെടിവെച്ചാണ് ഈ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിച്ചത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. വാഴാട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനാണ് പിടിയിലായത്. അറസ്റ്റിനിടെ വട്ടിയൂർക്കാവിൽ വൻ നാടകീയ രംഗങ്ങൾ ഉണ്ടായി. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അനുയായികൾ പോലീസിനെ വളഞ്ഞു. തുടർന്ന് SHO ആകാശത്തേക്ക് വെടിയുതിർത്തു. റിമാൻഡിലായ പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കാപ്പ കേസ് പ്രതി കൂടിയാണ് സുഗതൻ. 2 ദിവസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തു. ഇന്ന് ഹൈക്കോടതിയിൽ അതിന് നമ്പറിട്ട് കേസ് കിടക്കുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് വെടിവെച്ചു. എന്റെ കൊച്ചിനെ മയനായിട്ട് കൊച്ചിനെ അടിക്കുകയും ചെയ്തു. സുഗതനാണ് സംസാരിച്ചത്. സുഗതൻ പറയുന്നത് തന്റെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ചു പോലീസ് എന്നാണ്. പക്ഷേ പോലീസ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇയാൾ കീഴടങ്ങാൻ തയ്യാറായില്ല. തുടർന്ന് ആശുപത്രിയിലെത്തി പോലീസ് ഇയാളെ ആ തരത്തിൽ കീഴടക്കി പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. തുടർന്നാണ് BJP പ്രവർത്തകർ സംഘടിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തത്. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സാരംഗ്, കാപ്പ കേസ് പ്രതിയാണ് ഇയാളുമായി ബന്ധപ്പെട്ട കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്താണ്? വലിയ സംഘർഷഭരിതമായിരുന്നോ കാര്യങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ മാസം നടന്ന ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ടൊരു സംഘർഷം നടന്നിരുന്നു. വട്ടിയൂർക്കാവിന് സമീപത്തെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടൊരു സംഘർഷവും ആ സമയത്ത് നടന്ന ഒരു വധശ്രമ കേസിലാണ് ഈ കൗൺസിലർക്ക് എതിരെ കേസ് വരികയും പിന്നീട് ഹൈക്കോടതി അടക്കം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസ് ഇയാൾക്കെതിരെ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നത്. മാത്രമല്ല SHO മുൻപാകെ ഹാജരാകാൻ വേണ്ടി അടക്കം നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാനോ ഇത് പാലിക്കാനോ ചെയ്യാതെ ഈ സുഗതൻ വീണ്ടും പോലീസിന് വെട്ടിച്ച് നടക്കുകയായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ തന്നെ അദ്ദേഹം ഉണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിക്കുകയും പിന്നീട് പോലീസ് ഇവിടേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ കീഴടങ്ങാൻ തയ്യാറായില്ല. അതിനുശേഷം വീട്ടുകാരുമായി, അതായത് ഭാര്യയുമായും ഒപ്പം വീട്ടുകാരുമായും പോലീസിനെതിരെ തിരിയുകയും ഒപ്പം BJP പ്രവർത്തകർ ഇവിടേക്ക് തടിച്ചുകൂടുകയും ചെയ്തു. തുടർന്ന് ഈ തടിച്ചുകൂടി അല്ലെങ്കിൽ ഇവിടെ ഒത്തുകൂടിയ ആൾക്കാരെ പിരിച്ചുവിടാൻ വേണ്ടിയാണ് SHO ആകാശത്തേക്ക് വെടിവെച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇയാളെ ഇവിടെ നിന്നും AR ക്യാമ്പിലേക്ക്, അതായത് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്കും പിന്നീട് അവിടെ നിന്നും വൈദ്യപരിശോധനയ്ക്കായി മറ്റും മാറ്റിയിരുന്നു. അവിടെ അടക്കം പ്രവർത്തകർ എത്തുകയും ചെയ്തു. എന്തിനായാലും വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ആദ്യം തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. AR ക്യാമ്പിലടക്കമുള്ള നിരവധി പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇതിൽ മറ്റൊരു കാര്യം, ഈ ഒരു BJP പ്രവർത്തകനാണെങ്കിൽ പോലും ഇദ്ദേഹം കാപ്പ കേസിൽ പ്രതിയാണ്, നിരവധി ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയാണെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും തുടർന്ന് വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസുമായി നിരവധി തവണ നേരിട്ട് ഏറ്റുമുട്ടലും, അതായത് പല പ്രശ്നങ്ങളും പോലീസുമായി നേരിട്ട് ഉണ്ടാവുകയും
ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഒരു SHO വിപിൻ അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു. ആ അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്താണ് ഈ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കുകയും കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്തത്. തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റിലേക്ക് നീങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് എത്തുകയും ആദ്യം തന്നെ ഭാര്യയും ഒപ്പം തന്നെ വീട്ടുകാരുമായി ഉള്ള ഒരു വാക്ക് തർക്കത്തിലേക്ക് കടക്കുകയും പിന്നീട് സംഭവം അറിഞ്ഞ് BJP പ്രവർത്തകരും നാട്ടുകാരും ഇവിടേക്ക് എത്തുകയായിരുന്നു. സംഘർഷം കൈവിട്ടു പോകുമെന്ന് മനസ്സിലായപ്പോഴാണ് ആകാശത്തേക്ക് വെടിവെച്ചതെന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ന്യായീകരണം. എന്തിനായാലും ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് വൈദ്യപരിശോധനക്കടക്കം ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ പ്രതികരണങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കേരളത്തിൽ അത്ര കണ്ട് പരിചിതമല്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്നത്. ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് സന്നാഹത്തെ മാത്രമാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കാറ്. ആകാശത്തേക്ക് വെടിവെക്കുന്ന ഒരു രീതി സാധാരണ രീതിയിൽ ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യം എന്തായിരുന്നു, അത്തരത്തിൽ പോലീസിന് നേരെ ഭീഷണി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലടക്കം ഇന്ന് കൂടുതൽ പ്രതികരണങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വിശദീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രഞ്ജിത്ത്, ഏതായാലും വലിയ സംഘർഷം ഇന്നലെ വട്ടിയൂർക്കാവിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. BJP കൗൺസിലറെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം അത് BJP പ്രവർത്തകർ തടയുന്നു. തുടർന്ന് ആകാശത്തേക്ക് വെടിവെക്കുന്നു SHO എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. സുപ്രധാനമായ ചില തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ പ്രത്യേകിച്ച് ഒന്ന്, KSRTC ബസ്സിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര, അത് അതിനുള്ള മാനദണ്ഡങ്ങൾ മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി സൗജന്യ യാത്ര പരിമിതപ്പെടുത്താനാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് സൂചന. ഈ മാസം 15 മുതൽ സൗജന്യ യാത്ര അനുവദിക്കാൻ ആദ്യ മന്ത്രിസഭായോഗമാണ് തീരുമാനമെടുത്തത്. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, ഈ ആദ്യത്തെ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ യാത്ര, അതിനുശേഷം മറ്റ് ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുക. പക്ഷെ അതിന് 58 കോടി രൂപയൊക്കെ മാസം സർക്കാർ കണ്ടെത്തേണ്ടി വരും. വലിയ ബാധ്യതയാണ്. പൂർണ്ണമായും സർക്കാർ ആ പണം KSRTCക്ക് നൽകുമെങ്കിൽ പോലും അതിനും ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആയിരിക്കുമോ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം KSRTCയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നഷ്ടത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊരു സൗജന്യ ടിക്കറ്റ് എന്നൊരു സംവിധാനം തുടക്കത്തിൽ തന്നെ എല്ലാ സർവീസുകളിലും ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കനത്ത സാമ്പത്തിക സമ്മർദ്ദം KSRTCക്ക് മേൽ വരുമെന്ന കാര്യം തീർച്ചയാണ്. അത് മന്ത്രിസഭയ്ക്കകത്തും ചർച്ചയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ KSRTCയും ഗതാഗത വകുപ്പും മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഓർഡിനറി ബസ്സുകളിൽ ഈ ഒരു സൗജന്യ യാത്ര 100 ദിവസം നൽകുക, അതിനുശേഷം അതിൻ്റെ ഒരു സാമ്പത്തിക പശ്ചാത്തലവും ഒപ്പം സാമ്പത്തികമായി ബന്ധപ്പെടുന്ന അതിൻ്റെ കൂടുതൽ സമ്മർദ്ദമടക്കം വിശകലനം ചെയ്ത ശേഷമായിരിക്കും മറ്റ് സർവീസുകളിലേക്ക് സൗജന്യ യാത്ര നൽകുക. മാത്രമല്ല UDFന്റെ പ്രചരണ കാലത്ത്, അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു സൗജന്യ യാത്ര നൽകുമെന്ന്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഇത് നൽകാനുള്ളൊരു നീക്കം ആരംഭിച്ചിരുന്നു. എന്തിനായാലും അത് ആദ്യം പറഞ്ഞ ദിവസം കഴിഞ്ഞു. ഇപ്പോൾ ജൂൺ ഈ ഒരു മാസത്തിലേക്ക് 15-ാം തീയതി തൊട്ട് തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്ന വിവരം. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലൊരു പ്രഖ്യാപനം അതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനഘട്ട ചർച്ചകൾ ഇന്ന് ക്യാബിനറ്റിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും വലിയൊരു സാമ്പത്തിക ഒരു ബുദ്ധിമുട്ട് KSRTC കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല മലബാർ മേഖലകളിൽ ഈ ഓർഡിനറി ബസ്സുകളുടെ ഗണ്യമായിട്ടുള്ള എണ്ണക്കുറവുണ്ട്. അത് ഈ ഒരു സൗജന്യ യാത്രയുടെ ഗുണഫലം ആ ഭാഗത്തേക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാരണം വളരെ കുറഞ്ഞ ബസ്സുകൾ മാത്രമാണ് മലബാർ മേഖലകളിൽ ഓർഡിനറി ബസ്സുകളായി ഓടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ വാടകയ്ക്കെടുത്ത ബസ്സുകൾ ഇറക്കാനുള്ള ഒരു നീക്കം ഈ ഒരു KSRTCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള, അതായത് ഈ ഒരു ടിക്കറ്റിംഗ്, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ അതിന് സമാന്തരമായി മറ്റ് രീതികളിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ളൊരു നീക്കവുമുണ്ട്. KSRTCക്ക് മേൽ ഈ ഒരു സാമ്പത്തിക സമ്മർദ്ദം വരില്ല. അല്ലെങ്കിൽ KSRTC ഈ ഒരു സൗജന്യമായി ടിക്കറ്റ് നൽകുന്നതിന് സർക്കാർ ആ പണം നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിലെന്തെങ്കിലും ഒരു മാസത്തിലോ അല്ലെങ്കിൽ 1-2 മാസത്തിൽ ഈ ഒരു കുടിശ്ശിക വരികയോ മറ്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ KSRTCയുടെ പരിപൂർണ്ണ സംവിധാനങ്ങളും താറുമാറാകും. കാരണം ഇപ്പോൾ തന്നെ പെൻഷനും ശമ്പളവും അടക്കം സർക്കാർ സഹായത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും ലാഭത്തിലേക്ക് എത്തിക്കാനുള്ള വലിയ രീതിയിലുള്ള കഷ്ടപ്പാട് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമുണ്ട്. അതുതന്നെ വലിയ രീതിയിലുള്ള, അതായത് പുതിയ ബസ്സുകൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇറക്കിയിരുന്നു. ഇനി കൂടുതൽ ബസ്സുകളുടെ ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 5000 ബസ്സുകൾ മാത്രമാണ് നിലവിൽ കേരളത്തിലുടനീളം സർവീസ് ചെയ്യുന്നത്. അതിൽ എല്ലാ ബസ്സുകളിലേക്കും ഈ ഒരു സൗജന്യ യാത്ര വരികയാണെങ്കിൽ, അതായത് ദൂരദിവസത്തിന് ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ സാമ്പത്തികമായി അതിനെ മറികടക്കാൻ കഴിയുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ ക്യാബിനറ്റിൽ തീരുമാനമുണ്ടാകും. KSRTC ബസ് ആ സംവിധാനം, പൊതുമേഖലാ സ്ഥാപനം ഒരു പ്രതിസന്ധിയിലാണ്. അതിനിടയിലാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുന്നത്. അതെങ്ങനെ ആ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയെ ഇന്ന് തീരുമാനിക്കും. ജില്ലാ സെക്രട്ടറി ചുമതല P. ജോയിക്ക് നൽകുകയായിരുന്നു. ജോയി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ ജോയി എത്തുമെന്നാണ് സൂചന. V. ശിവൻകുട്ടി, DK മുരളി, KS സുനിൽകുമാർ എന്നിവരും ജില്ലാ സെക്രട്ടറിയാകാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു.
ഇടവേള. പശ്ചിമേഷ്യയിലെ സംഘർഷം ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തുവരികയാണ്. ബഹ്റിനിൽ യുഎസിന്റെ സൈനിക താവളത്തിലേക്ക് കനത്ത ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. അല്പം മുമ്പാണ് ഇറാന് നേരെ അമേരിക്കയുടെ വലിയ ആക്രമണം ഉണ്ടായത്. ഇറാന്റെ തെക്കൻ മേഖലകളിലേക്ക് യുഎസ് നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായിരുന്നു ഈ സൈന്യ നീക്കമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ബഹ്റിനിലെ ആഭ്യന്തര മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബഹ്റിനിൽ സൈറനുകൾ മുഴങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏറ്റവും തൊട്ടടുത്തുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനാണ് ജനങ്ങളോട് ബഹ്റിൻ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, നേരത്തെയും സമാനമായ കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ് ഒക്കെയാണ് അമേരിക്കയുടെ ആക്രമണത്തിനെതിരെ ഇറാന്റെ ലക്ഷ്യം. അമേരിക്കയിലേക്ക് നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഗൾഫ് മേഖല കൂടി സംഘർഷഭരിതമാവുകയാണ്, അനിശ്ചിതാവസ്ഥയിലേക്ക് മാറുകയാണ്. ഗൾഫ് മേഖലയിലേക്ക് വീണ്ടും ഒരു ആശങ്കയുടെ കാറ്റ് വീശുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബഹ്റൈനിൽ ഇപ്പോൾ കടുത്ത ഒരു സംഘർഷാവസ്ഥയാണ്. ജനങ്ങളോട് എത്രയും വേഗം അടുത്തുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സൈറനുകൾ ഇപ്പോൾ രാജ്യത്ത് തുടർച്ചയായിട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുഎസിന്റെ 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബഹ്റൈനിലാണ്. അപ്പോൾ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് ഇറാൻ മുൻപും ആക്രമണം നടത്തിയിരുന്നു. അന്ന് ഏതാണ്ട് 4ലധികം ബാലിസ്റ്റിക് മിസൈൽ ഒറ്റ പകൽ മാത്രം ഇറാൻ ബഹ്റൈനിലേക്ക് തൊടുത്തുവിട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ 5th ഫ്ലീറ്റിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒരു ഡ്രോൺ ആക്രമണമാണ് നിലവിൽ നടത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. IRGC തന്നെ നിലവിൽ ഇക്കാര്യം അവരുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് വഴി പുറത്തിറക്കി ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ ബഹ്റൈന്റെ ആഭ്യന്തര മന്ത്രാലയം കൂടി അത് സ്ഥിരീകരിക്കുകയാണ്. ആദ്യം IRGCയുടെ ഭാഗത്തു നിന്നുള്ള വെറും പ്രസ്താവനയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ബഹ്റൈന്റെ ആഭ്യന്തര മന്ത്രാലയം തന്നെ രാജ്യത്തിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ഗൾഫ് മേഖലയിൽ വീണ്ടും ഒരു ജാഗ്രതാ നിർദ്ദേശം വരികയാണ്. അവിടെ 5th ഫ്ലീറ്റിലേക്ക് ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന്റെ നാശനഷ്ടങ്ങളുടെ തോത് എത്രമാത്രമാണെന്ന് നമുക്ക് ഇനിയും വ്യക്തമായിട്ടില്ല. ഈ സ്ഥലം എന്ന് പറയുന്നത് അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇതിൽ വിശദീകരണം നൽകേണ്ടത് തീർച്ചയായിട്ടും യുഎസിന്റെ സെൻട്രൽ കമാൻഡാണ്. അവർ ഇപ്പോൾ നിലവിൽ വാർത്താക്കുറിപ്പൊന്നും പുറത്തിറക്കിയിട്ടില്ല. അവർ അവസാനമായിട്ട് അവരുടെ എക്സ് അക്കൗണ്ട് വഴി പുറത്തുവിട്ടിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഇറാന് നേരെ അവർ ആരംഭിച്ചിരുന്ന സൈനിക നടപടികൾ അവസാനിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യൻ നമ്മൾ ഈ അമേരിക്കന്റെയും കുവൈറ്റിലെയും ബഹ്റിനിലെയും ഒക്കെ സൈനിക താവളങ്ങളിലേക്കാണ് തങ്ങൾ ആക്രമിക്കുന്നതെന്ന് ഇറാൻ പറയുമ്പോഴും അതിന്റെ തിക്തഫലങ്ങൾ മിക്കപ്പോഴും അനുഭവിക്കുന്ന അവിടുത്തെ സാധാരണക്കാരാണ്. ബഹ്റൈൻ പോലെയുള്ള രാജ്യത്തിൻ്റെ വല്ലാത്ത അസന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കുന്ന പല കാര്യങ്ങളും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അവിടുത്തെ നിരത്തുകളിലൊക്കെ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിക്കാറുണ്ട്. സമാനമായി തന്നെ സാധാരണക്കാർ കൊല്ലപ്പെട്ട അവസ്ഥ കുവൈറ്റിലുണ്ട്. ഇത്തവണ ഈ സൈനിക താവളം എന്ന് പറയുമ്പോഴും മറ്റു മേഖലകളിലേക്ക് കൂടി ആക്രമണങ്ങൾ എത്തുന്നു എന്നുള്ള സൂചനകളല്ലേ ഈ സൈറനുകൾ മുഴങ്ങുന്നതുമായി ബന്ധപ്പെട്ടും ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ ഡ്രോൺ ആക്രമണം, മിസൈൽ ആക്രമണം എന്ന് പറയുമ്പോൾ അവർ സാധാരണ മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുൻപേ ഈ ഡ്രോണിൻ്റെയും മിസൈലിൻ്റെയും എല്ലാം ആക്രമണം തടയുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പ്രത്യാക്രമണമായിട്ട് ഇപ്പോൾ ബഹ്റൈനിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പശ്ചിമേഷ്യയിലുള്ള മറ്റെവിടെ നിന്നാണെങ്കിലും മറുപടിയായിട്ട് മിസൈലുകൾ അയക്കുമ്പോൾ അവർ അയച്ച, അതായത് ഇപ്പോൾ ഇറാൻ ആണെങ്കിൽ ഇറാൻ അയച്ച ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിലാണ് പലപ്പോഴും വന്ന് വീഴുന്നത്. അത് കാരണം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ ഏപ്രിലാണ് ഏറ്റവും വലിയ ഒരു സംഘർഷാവസ്ഥ പശ്ചിമേഷ്യയിലാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും നിലനിന്നിരുന്നത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന്റെ ഏറ്റവും വലിയ തിക്തഫലം അനുഭവിച്ചിട്ടുള്ളത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹ്റൈനും കുവൈറ്റുമാണ്. പ്രത്യേകിച്ച് കുവൈറ്റിലെ ഔദ്യോഗിക വിമാനത്താവളത്തിന്റെ 1ാം നമ്പർ ടെർമിനൽ അവർ ആദ്യഘട്ടത്തിൽ ആക്രമണം നടന്നതിനെ തുടർന്ന് ഇത് പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടിയിരുന്നു. പിന്നീട് റെനോവേഷൻ വർക്കുകളൊക്കെ നടത്തി അത് വീണ്ടും തുറന്നത് ഒരു തിങ്കളാഴ്ചയാണ്, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. എന്നാൽ അതിന് 2 ദിവസത്തിന് ശേഷം ഇറാൻ വീണ്ടും അവിടേക്ക് ആക്രമണം നടത്തി ഈ ടെർമിനൽ പൂർണ്ണമായിട്ടും തകർക്കുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. ഇപ്പോൾ ബഹ്റൈനിലേക്ക് വീണ്ടും ഒരു ആക്രമണം അവർ നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും US ആക്രമണങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിലെല്ലാം അവർ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ ഈ US-ന്റെ
ഹെലികോപ്റ്റർ തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇതുവരെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ഇറാന്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ആണെങ്കിലും ഈ ഒരു വാദത്തെ തള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിമാനം തകർന്നു വീണതിനെ സംബന്ധിച്ച് ഈ US ആണെങ്കിലും ഇന്നലെ ഇറാന്റെ പേര് പറഞ്ഞിരുന്നില്ല. ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഹോർമുസ് കടലിടുക്കിൽ തകർന്നു വീണു. ഇതിൽ 2 പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത്. ഈ 2 പേർക്കും പരിക്കില്ല. 2 പേരെ മേഖലയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് അടുത്ത ദിവസം പുറത്തുവിടും എന്ന് മാത്രമാണ് US കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെയാണ് പെട്ടെന്ന് ട്രംപ് ഇക്കാര്യത്തിൽ ഇറാനെ കുറ്റപ്പെടുത്തുകയും ഇറാന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. ട്രൂ സോഷ്യൽ വഴിയായിരുന്നു ട്രംപ് ഇത്തരം ഒരു വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയത്. തൊട്ടു പിന്നാലെ US-ന്റെ സെൻട്രൽ കമാൻഡ് പ്രതികരിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ഇറാന്റെ തെക്കൻ മേഖലകളായിട്ടുള്ള ബന്ദർ അബ്ബാസിലും ഖേഷൻ ദ്വീപിലേക്കും ആക്രമണം നടത്തി 2 വാട്ടർ ടാങ്കുകൾ തകർത്തു. മേഖലയിൽ തുടർച്ചയായിട്ട് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അത്തരമൊരു സാഹചര്യം, അത്തരമൊരു ഇറാൻ പോലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത ഒരു അപ്പാച്ചെ വിമാനത്തിന്റെ തകർച്ചയ്ക്ക് US ഇറാനെ ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇറാൻ ബഹ്റൈനിലുള്ള US-ന്റെ 5th ഫ്ലീറ്റ് ആസ്ഥാനത്തേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ബഹ്റൈനിൽ വലിയ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മലയാളികളടക്കം നിരവധി ആളുകളുള്ള ഒരു സ്ഥലമാണ്, ഗൾഫ് രാജ്യമാണ് ബഹ്റൈൻ. അവരൊക്കെ നാളുകളായി ഭീതിയിലാണ്, അവരുടെ ലൈഫൊക്കെ വല്ലാത്ത ആശങ്കയിലാണ്. പലതരത്തിലുള്ള ആക്രമണങ്ങൾ സംഭവിക്കുന്നു. മിസൈലിൻ്റെയും ഡ്രോണുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ നിരത്തുകളിൽ ഉണ്ടാകുന്നതൊക്കെ പ്രശ്നമാണ്. ഇപ്പോൾ സമാനമായി തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് സംബന്ധമായ അന്വേഷണ ആവശ്യം ഇന്ന് പുതിയ ബെഞ്ച് പരിഗണിക്കും. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് കേസ് പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറിയിരുന്നു. ആലപ്പുഴ ആക്രമണക്കേസിൽ പ്രതികളായ പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചത് നിരാശാജനകമെന്ന് AD തോമസ് MLA. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതുകൊണ്ട് പലതും പറയുന്നില്ല. നിയമപോരാട്ടം ഏതറ്റം വരെയും തുടർന്നു പോകും. പാർട്ടിയുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയുണ്ട്. കോടതി നടപടികൾ സംശയം പ്രകടിപ്പിച്ച AD തോമസ് ഈ കോടതിയുടെ മുൻപത്തെ വിധികൾ അറിയാമല്ലോ എന്നും പറഞ്ഞു. ഞങ്ങൾക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായിട്ടുണ്ട്. അത് എല്ലാവർക്കും, ഈ കോടതിയുമായി ബന്ധപ്പെട്ട് ഇടപഴകിയിട്ടുള്ള എല്ലാ ആളുകൾക്കും കൃത്യമായി ബോധ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. അതിപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥിതിയോട് വലിയ ആദരവും ബഹുമാനവും വെച്ച് പുലർത്തുന്ന ഓരോ പൗരൻ്റെയും പ്രതിനിധി എന്ന നിലയിൽ പല കാര്യങ്ങളും തുറന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പു പറയുകയാണ്, ഇത് നിരാശാജനകമായ ഒരു വിധി ഉണ്ടാകുമ്പോഴും ഈ നിയമ പോരാട്ടം ഏതറ്റം വരെയും തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾ 2 പേരും അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുജനങ്ങളും തയ്യാറാണ്. അതിന് പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ വലിയ പിന്തുണയുണ്ട്, കേരളത്തിലെ പൊതുജനങ്ങളുടെ പിന്തുണയുണ്ട്. ഇന്നത്തെ വിധിയിൽ കടുത്ത നിരാശയും ഞങ്ങൾക്ക് 2 പേർക്കുമുണ്ട്. പക്ഷേ ഇത് ഒന്നിൻ്റെയും ഒരു അവസാനമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. നിയമ വിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നാണ് പ്രത്യേകമായി പറയാനുള്ളത്. തിരുവനന്തപുരത്ത് ഡെലിവറി ബോയിയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. സഹീമാണ് അറസ്റ്റിലായത്. മെഡിക്കൽ കോളേജിന് സമീപത്ത് നിന്നാണ് ഇയാളെ പിടിച്ചത്. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കാസർഗോഡ് മഞ്ചേശ്വരത്തുണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ 2 പേർക്ക് ദാരുണാന്ത്യം. മഞ്ചേശ്വരത്ത് ഭിന്നശേഷിക്കാരനായ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. കീർത്തേശ്വര സ്വദേശി മനീഷാണ് മരിച്ചത്. റെയിൽവേ ട്രാക്ക് മുറിച്ചു കിടക്കുന്നതിനിടയിൽ ട്രെയിൻ തട്ടുകയായിരുന്നു. മൊഗ്രാൽ സ്വദേശിയായ ഉമേഷൻ ട്രെയിനിന് മുന്നിലേക്ക് ചാടി ജീവനൊടുക്കി. 2 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ക്ലാസ് ടൈമിൽ കുട്ടികളെല്ലാം അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഒക്കെ ജേഴ്സി അണിഞ്ഞ് മൈതാനത്ത് ആഘോഷത്തിമിർക്കുക. ആഘോഷം കളറാക്കാൻ വാദ്യാഘോഷങ്ങളും ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗവും. മലപ്പുറം MSPയിലെ ലോകകപ്പ് ഫുട്ബോൾ ആഘോഷം മറ്റെവിടെയും ഇല്ലാത്തതാണ്. ഇന്ത്യൻ ഫുട്ബോളർ ആഷിഖ് കരുണിയനാണ് മലപ്പുറം MSPയിലെ ലോകകപ്പ് ഫുട്ബോൾ ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി എത്തിയത്. നമ്മൾ
നിൽക്കുന്നത് ഫുട്ബോൾ മത്സരത്തിന്റെ വേദിയിലല്ല, മലപ്പുറം MSP സ്കൂളിലാണ്. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കുകയാണ് ഇവിടെ. എല്ലാ കുട്ടികളും അവർക്ക് ഇഷ്ടപ്പെട്ട ആ ടീമിന്റെ ജേഴ്സി അണിഞ്ഞ്, ഇഷ്ടപ്പെട്ട കളിക്കാരുടെ ജേഴ്സി അണിഞ്ഞ് ആഘോഷമായി ആവേശമായി ലോകകപ്പിനെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സാധാരണ ഒരു സ്കൂളുകളിൽ ഇത്തരത്തിലുള്ളൊരു ആവേശം ഉണ്ടാകുമോ ഒക്കെ നമുക്ക് സംശയം. നമുക്ക് കുട്ടികളൊക്കെ എല്ലാവരും അർജന്റീന ഫ്രണ്ട്സ് ആണ് എല്ലാവരും. ബ്രസീലുണ്ട്. ഏതാ ടീം? ബ്രസീൽ. അർജന്റീന. എവിടെ CR7? എവിടെ CR7 ഉണ്ടല്ലോ? എന്താണ് ഇത്രയും ആഘോഷമായിട്ട് സ്കൂളിലൊരു വേൾഡ് കപ്പ് ആഘോഷിക്കുന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? എന്താ തോന്നുന്നു? ഫുട്ബോളിന്റെ ഇതല്ലേ ഇവിടെ നടക്കാക്കും തോന്നുന്നുണ്ടോ? അതാണ് ആഘോഷം. ഏതാണ് എത്തവണ എങ്ങനെയാണ് പ്രതീക്ഷകൾ അർജന്റീനയുടെ? അർജന്റീനയെ തൂക്കും. ആവേശം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത്. വളരെ വ്യത്യസ്തമായിട്ടാണുള്ള വേൾഡ് കപ്പിന് വരവ്. ഒരു സ്കൂളിൽ ഇങ്ങനെയൊക്കെ പരിപാടി സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ട്. ഇതിന്റെ മുന്നേ പ്രാവശ്യം നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്ര ആവേശം ഉണ്ടായിരുന്നില്ല. എന്താണ് ഇതിന്റെ ഒരു പ്രചോദനം? ആഷിഖൂറിനെ തന്നെ. ആഷിഖ്, സ്വന്തം സ്കൂളിലേക്ക് ഒരു താരമായിട്ട് തിരിച്ചെത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരുപാട് സന്തോഷം. ഇതിലൂടെ പോകുമ്പോഴൊക്കെ അങ്ങോട്ട് എത്തി നോക്കാറുണ്ട്. പിന്നെ ഈ സ്കൂളിൽ എന്തായാലും സ്പോർട്സ് നിങ്ങൾ ചോദിച്ച പോലെ ഫസ്റ്റ് ടൈം ആവില്ല. സ്പോർട്സിൻ്റെ എല്ലാ രീതിയിലും പേര് കേട്ടൊരു സ്കൂളാണ് ഈ സ്കൂള്. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്കും എന്തായാലും ആ ഒരു ഫീലിങ്സ് മുന്നേ ഉണ്ടാവും. അപ്പോൾ പിന്നെ വേൾഡ് കപ്പ് എങ്ങനെ ആഘോഷിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷം. ഫുട്ബോളിനെ നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടികളാണേലും മുതിർന്നവരാണേലും ഇത്രയേറെ സന്തോഷിക്കുന്നത്, ഇത്രയേറെ എന്താ പറയുക, ഫുട്ബോളിനെ ഇത്രയേറെ പ്രചോദനം കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അർജന്റീന. ഇന്ത്യൻ ഫുട്ബോൾ താരം ആഷിഖ് കുരീലിനാണ് ഈ ലോകകപ്പ് ആഘോഷങ്ങൾക്ക് MSPയിൽ ഉദ്ഘാടനത്തിന് എത്തിയത്. അദ്ദേഹവും MSPയിലെ പഴയ സ്റ്റുഡൻ്റാണ്. ഇവിടെ വീണ്ടും എത്താനായതിന് സന്തോഷം പ്രകടിപ്പിച്ചു. ഒപ്പം തന്നെ ലോകകപ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണ് MSPയിൽ ആഘോഷിക്കുക എന്ന സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു. എന്നാണെങ്കിലും ലോകകപ്പ് തുടങ്ങുന്നതിന് മുൻപേ മലപ്പുറം ആവേശത്തിലായിട്ടുണ്ട്. ഇനി ലോകകപ്പിന്റെ ഓരോ ഘട്ടത്തിലും പ്രത്യേകിച്ച് അർജന്റീനയും ബ്രസീലും പോർച്ചുഗലൊക്കെ അടിച്ചു കയറുകയാണെങ്കിൽ അതിന്റെ ആവേശം മുഴുവൻ USA-യിലായിരിക്കില്ല, മലപ്പുറത്തായിരിക്കും നമുക്ക് കാണാനാവുക. അഖിലോട്ടുകാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൊതിയൂറും വിഭവങ്ങളുമായി കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ വിവിധ കുടുംബശ്രീ ഗ്രൂപ്പുകൾ മത്സരാടിസ്ഥാനത്തിലാണ് മേളയിൽ പങ്കെടുത്തത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലായിരുന്നു മേള. ഫെസ്റ്റ് രുചിഭേദങ്ങൾ കൊണ്ട് വേറിട്ടതായി. ചക്ക കൊണ്ട് നിർമ്മിച്ച ചിപ്സ്, ബജി, വട, കട്ട്ലറ്റ്, പായസം, ചക്കക്കുരു ലഡ്ഡു തുടങ്ങി 50ഓളം വിഭവങ്ങളാണ് ഫെസ്റ്റിൽ നിരന്നത്. പഞ്ചായത്തിലെ കുടുംബശ്രീ ഗ്രൂപ്പുകൾ നിർമ്മിച്ച് വിൽപ്പനയ്ക്കെത്തിച്ച വിഭവങ്ങൾ ചൂടപ്പം പോലെ വിറ്റുതീർന്നു. 30 രൂപയുടെ ചക്കയ്ക്കും കോഴിക്കും ആവശ്യക്കാർ ഏറെയായിരുന്നു. ചക്ക ഫെസ്റ്റ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ KP സുഹറ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, പഞ്ചായത്ത് അംഗങ്ങൾ, CDS ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, അയൽക്കൂട്ടാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുകയാണ്. ബഹ്റിനിലൊക്കെ വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് സൈറനുകൾ മുഴങ്ങുന്നുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടാകും. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾക്കുമായി തുടരുക ന്യൂസ് 18-ൽ. രാവിലെ അവസാനിക്കുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.